ഹലോ, എൻ്റെ പേര് ജോർജ്. ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുന്നത് നമുക്ക് കുറേ ധാരണകളുണ്ട്. അതായത് വേറൊന്നുമല്ല, പ്രൈവറ്റിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറയാൻ നേരത്ത് പ്രൈവറ്റ് ജോലി എന്ന് പറയാൻ നേരത്ത്, അതായത് എസ്പെഷ്യലി കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്യാൻ നേരത്ത് മെയിനായിട്ട് കൗണ്ട് ചെയ്യുന്നതെന്ന് പറയാൻ നേരത്ത് എഫിഷ്യൻസിയാണ്. അങ്ങനെയാണ് നമ്മളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മളൊക്കെ ധരിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൈവറ്റിൽ ജോലി കയറാൻ നേരത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് വേറൊന്നുമല്ല, അതായത് നമ്മൾ ഒരു സിസ്റ്റമാണ്. അതായത് ഒരു പ്രൈവറ്റിൽ ഫോളോ ചെയ്യുന്നതെന്ന് പറയാൻ നേരത്തെ ഒരു സിസ്റ്റമാണ്. അപ്പോൾ ആളെ ആശ്രയിച്ചല്ല പ്രൈവറ്റ് കമ്പനീസ് റൺ ചെയ്യും, കോർപ്പറേറ്റ് കമ്പനീസ് റൺ ചെയ്യുന്നത്. ആൾക്ക് ഒരു വിലയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുല്ലിൻ്റെ വില പോലും ഇല്ല. പുല്ലിൻ്റെ വില കിട്ടാനും പോകുന്നില്ല പ്രൈവറ്റ് കോർപ്പറേറ്റ് ഒരു ജോലിയായിട്ട് കയറി കഴിഞ്ഞാൽ. പക്ഷെ പുറത്ത് പറയുന്ന അങ്ങനെയല്ല. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാണ് കൗണ്ട് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്താലും അത് എന്താ പറയുക, നമ്മളെ മെറിറ്റ് അത് നോക്കിയിട്ടാണ്. അത് വെറും നുണയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇത് തുറന്ന് സംസാരിക്കാറില്ല. തുറന്ന് സംസാരിക്കുന്നവർ നിങ്ങൾ ചോദിക്കാൻ നേരത്ത് കാര്യം അവർ അമ്പിളി പറ്റിയതാണെന്നൊന്നുമല്ല, അവർ അത് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ ദൈവം സഹായിച്ച് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 ഡിഫറെൻറ്റ് ഫീൽഡിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒന്നെന്ന് പറയാൻ നേരത്ത് പക്ക ഫാക്ടറി, ഷോപ്പ് ഫ്ലോർ. അടുത്തതെന്ന് പറയാൻ നേരത്ത് ഒരു ഫൈനാൻസ്. ഇതെല്ലാം ബ്രാൻഡാണ്, വർക്ക് ചെയ്തതെല്ലാം ബ്രാൻഡാണ്. പിന്നെ എന്ന് പറയാൻ നേരത്ത് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിൻ്റെ അടുത്തൊക്കെ കോമൺ ആയിട്ട് ഞാനൊരു കാര്യം നോക്കിയെന്ന് പറയാൻ നേരത്ത്, അതായത് നിങ്ങൾക്ക് പ്രൈവറ്റിൽ വളരണമെങ്കിൽ മണി അടിക്കുക, അല്ലാതെ ഒരു രക്ഷയില്ല. കാര്യം ഇത് മണിയടി എന്ന് പറയാൻ നേരത്ത് അതൊരു ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. നമ്മുടെ ബോസുമാർക്ക് ആ സിസ്റ്റം കാരണം ബോസുമാർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. വേറൊന്നുമല്ല, ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന സാധനം മേളിൽ നിന്ന് താഴത്തോട്ടില്ല. അതായത് നിങ്ങളുടെ ബോസ് നിങ്ങളോട് അക്കൗണ്ടബിൾ അല്ല, പക്ഷെ തിരിച്ചാണ്. അപ്പം അതുകൊണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല നിങ്ങൾക്ക്. വേറൊന്നുമല്ല, അതായത് നിങ്ങളുടെ ഇപ്പോൾ വർക്ക്, നിങ്ങളുടെ കൂടെ ആൾ വർക്ക് ചെയ്യുന്നുണ്ട്, വേറൊരാളും വർക്ക് ചെയ്യുന്നുണ്ട്, കൊളീഗ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം കൊളീഗും നിങ്ങൾ രണ്ടുപേരും വലിയ വ്യത്യാസമൊന്നുമില്ല, സമമാണ്. കാര്യം നിങ്ങളുടെ ഐക്യവും അയാളുടെ ഐക്യവും ഓൾമോസ്റ്റ് സെയിം ഐക്യം ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും ആ സ്ഥലത്ത് ജോലി ചെയ്യില്ലല്ലോ. അപ്പം ഈ അത് വരാൻ നേരത്താണ്. പിന്നെ എന്ന് പറയാൻ നേരത്ത് ഒരു എഡ്ജ് എന്ന് പറയാൻ നേരത്ത് മണി അടിക്കാൻ നേരത്താണ് എഡ്ജ്. അപ്പോൾ മണിയടി എന്ന് പറഞ്ഞാൽ നേരത്ത് വേറൊന്നുമില്ല, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതായത് നമ്മുടെ ബോസിന് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ആ ഒരു സ്ട്രക്ചർ, അതായത് ഒരു IRRQ ഉണ്ടല്ലോ, പ്രൈവറ്റിൽ കോർപ്പറേറ്റ് വേൾഡിൽ ഒരു IRRQ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഈ മണിയടി. അപ്പോൾ നാച്ചുറലി നമ്മൾ വന്ന് ജോലി ചെയ്ത് പോകുന്നു. അയാളെയാണോ നമ്മുടെ ബോസിന് താല്പര്യം? അയാളോടായിരിക്കില്ല. ബോസിന് കൂടുതലും താല്പര്യം എന്ന് പറയാൻ നേരത്ത് ഒരാൾ മണിയും കൂടി അടിക്കുന്ന ആളെയാണ് ബോസിന് കൂടുതലും താല്പര്യം. നേരത്ത് നമ്മൾ ആക്ച്വലി ആദ്യമേ തന്നെ ഒരു പ്രൈവറ്റിൽ ചെല്ലാൻ നേരത്ത് നമുക്കത് മനസ്സിലാവും. അതായത് ഇങ്ങനെ മണിയടി അത് ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ ഗ്രോത്തിന്, വളർച്ചയ്ക്ക് പ്രധാന ഘടകമാണെന്നുള്ള കാര്യം അങ്ങനെ സൂചിപ്പിക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും. നമ്മുടെ ഓർഗനൈസേഷന്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷന് അങ്ങനെ സൂചിപ്പിക്കുന്നത് വളരെ വിരലെണ്ണാവുന്നവരെ അവർ സൂചിപ്പിക്കുകയുള്ളൂ. ബാക്കിയുള്ളവരും ടോട്ടലി സൈലൻ്റ് ആണ്. അവർക്കത് ഭയം കാരണം, അതായത് മാനേജ്മെൻറ്റിൻ്റെ ഭയം കാരണം അവരത് നേരെ തുറന്ന് പറയാറില്ല. പിന്നെ നമുക്ക് ഈ സംശയം എപ്പോഴും കാണും. ഈ സംശയം അവസാനം തെളിയുന്നതെന്ന് പറയാനകത്ത് വേറൊന്നുമല്ല, തെളിയുന്ന ഇത് വരുന്നതെന്ന് പറയാനകത്ത് നമുക്ക് ഇൻക്രിമെൻറ്റും പ്രൊമോഷൻ വരാൻ നേരത്താണ് ഇത് പറയുന്നത്. അതായത് ഒരാൾ പറഞ്ഞത്, തുറന്ന് പറഞ്ഞത്, അയാൾ പറഞ്ഞത് ശരിയാണ്. നമ്മൾ ആ സമയം വരെ നമ്മൾ കൺഫ്യൂസ്ഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ മറ്റേ പ്രൊമോഷനും ഇൻക്രിമെൻറ്റിൻ്റെ സമയം വരെ നമ്മൾ കൺഫ്യൂസ്ഡാണ്. ഈ പുള്ളി പറയാൻ നേരത്ത്, അതായത് ഈ പുള്ളി പറയുന്ന കറക്റ്റാന്ന് വരുന്നത് നിങ്ങൾ, അതായത് ഇത് വരാൻ നേരത്താണ് നിങ്ങൾക്ക് മറ്റേ ഈ പ്രൊമോഷനും ഇത് വരാൻ നേരത്താണ് ഇൻക്രിമെൻറ്റ്. ഞാൻ അതിൻ്റെ ഒരു ഉഗ്രൻ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഇത് ഞാൻ പറയാം. എനിക്കറിയാവുന്ന ഒരു പുള്ളി തന്നെയാണ്. പുള്ളി അതായത് കരാറ് ജോലിക്കാരനായിട്ട് പുള്ളി ഇതിൽ കയറിയതാണ്, എൻ്റെ പേരെന്താ, ഫാക്ടറിയിൽ കയറിയതാണ് പുള്ളി. മറ്റേ ക്യാൻറ്റീനിലായിരുന്നു കരാറുകാരനായിട്ട് കയറിയത്. അപ്പോൾ എൻ്റെ പ്ലാന്റിലെ പ്രൊഡക്ഷൻ മാനേജർ പുള്ളി ഒരു കൈ വിളിക്കും. അപ്പോൾ കൈ വിളിക്കപ്പം എന്ത് പറ്റുമെന്ന് അറിയാൻ നേരത്ത് നാച്ചുറലി കൈ വിളിക്കാൻ നേരത്ത് പുള്ളിക്ക് മറ്റേ
ഭക്ഷണം കഴിക്കാൻ പ്രശ്നമായി. ഇത് തന്നെ പുള്ളി അതായത് ഈ കരാറുകാരൻ ഇത് തന്നെ ഒരു അവസരം എന്ന് മനസ്സിലാക്കി പുള്ളി എന്ത് ചെയ്ത് സോണി ഈ പ്രൊഡക്ഷൻ മാനേജറിന് പുള്ളി വാരി കൊടുക്കാൻ തുടങ്ങി. ഫുഡ് വാരി കൊടുക്കാൻ തുടങ്ങി. ഇത് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു ഫുഡ് വാരി കൊടുക്കാൻ തുടങ്ങി. ഈ കരാറ് ജോലിക്കാരൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കമ്പനിയുടെ പേറോളായി. ഇതാണ് ഫാക്റ്റ്. ഇതൊരു ഞാൻ നമ്പർ 1 ബ്രാൻഡ് വൺ ഓഫ് ദി ബ്രാൻഡിൻ്റെ ഇതാണ് പറയുന്നത്. വളരെ ഹൈ ഷെയർ വാല്യൂ ഉള്ള ഒരു ബ്രാൻഡിൻ്റെ ഇത് അത് നടന്ന കാര്യം പറഞ്ഞു വരാന്നിടത്ത് ഞാൻ നോക്കിയപ്പം അതായത് ഈ പുള്ളി റെഡാറേ ഇല്ലാത്തൊരു പാർട്ടിയാണ്. കാര്യം വേറെ ഒന്നുമല്ല, പുള്ളി കരാറാണ്. നമ്മളൊരു പുള്ളിയായിട്ടൊരു കോമ്പറ്റീറ്ററല്ല, ഒരു മത്സരത്തിൽ പോലും ഇല്ലാത്തൊരു പാർട്ടി പെട്ടെന്ന് നോക്കിയപ്പോൾ പുള്ളി പിക്ചറിൽ കയറി വന്നു. ഈ പുള്ളി ശരിക്കും പറഞ്ഞാൽ കയറി വരിക മാത്രമല്ല, പിന്നെ നമ്മുടെ അടുത്ത് തന്നെ എത്തി. അതായത് കമ്പനിയിലെ ഒരു ഇതുണ്ടല്ലോ, അതായത് ഈ സെയിം ലെവലിൽ നിൽക്കുന്ന സമ ലെവലിൽ നിൽക്കുന്നവർ ജോലിക്കാർ നോക്കിയപ്പോൾ കരാറിൽ നിന്ന ആള് നമ്മുടെ സെയിം ലെവൽ. പിന്നെ പുള്ളി കടന്നു കയറി. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നില്ല, അവിടെ ജോലി തുടർന്ന് നിന്നില്ല. കാര്യം ഒരു സമയം ആയപ്പം ഭയങ്കര പ്രഷർ വന്നെന്ന് പറയാൻ നേരത്ത് വേറെ ഒന്നുമില്ല. 12 മണിക്കൂർ ജോലി എന്നാൽ കപ്പലണ്ടിയാണ് ശമ്പളമായിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മളെന്ന് പറയാൻ നേരത്ത് ജോലിക്ക് പോകുന്ന ഫാമിലിക്ക് വേണ്ടി രാവിലെ കയറി കഴിഞ്ഞാൽ രാത്രിയാണ് നമ്മൾ 12 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ എത്താൻ നേരത്ത് ആകെ ടയർഡാവും, ഫാമിലി ടൈം ഇല്ല. അപ്പോൾ അങ്ങനെ ഞാൻ മാത്രമല്ല പലരും പഴയ പണ്ട് നിന്നവർ പലരും റിസൈൻ ചെയ്തു പോയി. പക്ഷേ ഞാനിപ്പം പുള്ളി നിന്നിരുന്നു. കരാറുകാരൻ കൺഫേംഡ് ആയിട്ട് പേറോളിലായ അയാൾ പുള്ളി അവിടെ നിന്നിരുന്നു. അയാൾ കണ്ടിന്യൂ ചെയ്ത് ഇപ്പം വളരെ ഹൈ പോസ്റ്റിലാണ് പുള്ളി നിൽക്കുന്നത്. എനിക്കറിയാം, ഇപ്പോഴും അവിടെ നിന്ന് എനിക്ക് ഇൻഫോർമേഷൻസ് കിട്ടാറുണ്ട്. വളരെ ഹൈ പോസ്റ്റിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ഞാൻ പറയുന്ന ബ്രാൻഡ് എന്ന് പറയാൻ നേരത്ത് ഒരു ഷെയറിന് ഇപ്പം 1 ലക്ഷത്തിൽ കൂടുതലുണ്ട്. 1 ലക്ഷത്തിൽ കൂടുതൽ അവർക്ക് ഇതുള്ളതാണ്. ഞാനിപ്പം ഈ പറഞ്ഞത് റിലേറ്റ് ചെയ്തത് നിങ്ങൾ ഈ പ്രേക്ഷകർ, നിങ്ങൾ ഈ കാണുന്നവർ ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ ഈ അനുഭവം അത് ആ സ്റ്റേജ് ഞാൻ പാസ് ചെയ്ത ആളാണ്. അപ്പം ഈ അനുഭവം നമ്മളിപ്പോൾ എന്താ ചെയ്യുക, ഈ ഒരു ദുരനുഭവം, ഒരു ബാഡ് എക്സ്പീരിയൻസ്, അത് നമുക്ക് മറികടക്കാൻ അതിന് വേണ്ടി നിങ്ങൾക്ക് വല്ല സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ പറയുക. അല്ലെങ്കിൽ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇതിനെ കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളത് മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ തുടർച്ചയായിട്ട് അടുത്ത വീഡിയോ നമുക്ക് ഡീൽ ചെയ്യാം.